സ്നേഹമുള്ളവരെ, നമ്മള് ലഗ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേടലഗ്നം കഴിഞ്ഞു, ഇടവലഗ്നം കഴിഞ്ഞു, ഇനി മിഥുന ലഗ്നമാണ് പറയാൻ പോകുന്നത്. മിഥുനം ബുധന്റെ ക്ഷേത്രമാണ്. ബുധൻ വളരെ സൗമ്യനാണ്, ഗ്രഹങ്ങളിൽ വളരെ സൂത്രക്കാരനാണ്. അയാളുടെ കയ്യിൽ അറിവ്, ബുദ്ധി, അത് സൽബുദ്ധിയാണ്, ദുർബുദ്ധിയല്ല. സൽബുദ്ധിയായിട്ട് വിദ്യയുടെ അധിപനാണ്. അതുപോലെ ബുധനെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ബുധൻ ഒരു പ്ലാനറ്റാണ്, ഒരു ഗ്രഹമാണ്. ബുധന്റെ കഥകളൊക്കെ ഉണ്ട്, നമ്മൾ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞതാണ്. ബുധന്റെ ജനനത്തെ കുറിച്ചും ബുധൻ പലരുടെ അടുത്തും വിദ്യ തേടി നടന്നിട്ട് ആരും വിദ്യ പഠിപ്പിക്കാതിരുന്ന അയാൾ സ്വയം വിദ്യയുടെ അധിപനാകുകയും എല്ലാ വിദ്യകളുടെയും പ്രയോക്താവാകുകയും ചെയ്തു എന്നുള്ള കഥകളൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളല്ലാതെയും കേട്ടിട്ടുണ്ട്, എല്ലാവരും ഒക്കെ പറയാറുണ്ട് അതൊക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ നമ്മൾ പരാമർശിക്കുന്ന വിഷയം ഇത്തരം കഥകൾക്ക് പ്രസക്തിയില്ലാത്ത കാര്യമാണ്. എന്നിരുന്നാൽ പോലും ബുധനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഏകദേശ ചിത്രം നമ്മൾ നൽകേണ്ടതുണ്ട്. അപ്പൊ ബുധൻ ലഗ്നമായി ജനിക്കുന്നു. ലഗ്നമാകുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഞാൻ പറയുന്നത് നമ്മൾ എപ്പോൾ ജനിക്കുന്നുവോ ആ സമയത്ത് ഉദിച്ചു നിൽക്കുന്ന രാശിയാണ് ലഗ്നം. അത് ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ ഞാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ലഗ്നം എന്ന് പറഞ്ഞ ഇത് മാത്രം കേൾക്കുന്ന ആളുകൾക്ക് സംശയം വരും. അപ്പൊ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഏത് രാശിയാണോ ഉദിച്ചു നിൽക്കുന്നത് ആ രാശിയാണ് ലഗ്നമായിട്ട് വരുന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ ജനിക്കുന്ന ലഗ്നത്തിനുള്ള പ്രത്യേകതയും ആ ലഗ്നത്തിന് നമ്മൾ 12 ഭാവങ്ങൾ, 1 മുതൽ 12 ഭാവം വരെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ മിഥുനമാണെങ്കിൽ മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, എടവം വരെ ഉള്ള ഓരോ ഭാഗത്തും അവരുടെ ആ ഭാവഫലങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ മിഥുനം ലഗ്നമായി ജനിക്കുന്ന ഒരാൾക്ക് ഈ 12 ഭാവങ്ങൾ, 1-ാം ഭാവം, 2-ാം ഭാവം, 3-ാം ഭാവം മുതലായ ഭാവങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഫലങ്ങളെയാണ് നമ്മൾ പറയുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്, ഒരുപാട് എപ്പിസോഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ധാരണയില്ലാതെ ഇത് കാണാനിരിക്കരുത്, അല്ലെങ്കിൽ നോക്കിപ്പോകരുത്. അപ്പൊ സംശയങ്ങൾ വരും. അപ്പൊ മിഥുന ലഗ്ന ജാതൻ അല്ലെങ്കിൽ ജാത, അവരെ സംബന്ധിച്ച് അവരുടെ നിറം സൗന്ദര്യമുള്ളൊരു നിറമായിരിക്കും. കറുകനാമ്പിന്റെ നിറം എന്നൊക്കെ പറയും. അത് ഭംഗിയുള്ള ഒരു നിറമായിരിക്കും, ഇരുനിറം, വൈറ്റിഷ് എന്നൊക്കെ പറയാവുന്ന രീതിയിലായിരിക്കും അവരുടെ നിറം. അതുപോലെ അവര് ബുധൻ ലഗ്നാധിപനായിട്ടുള്ള ആളുകൾ അറിവുള്ളവരും അധ്യാപകന്മാരും കലാകാരന്മാരും കലാരസികരും എഞ്ചിനീയറിങ്, നിഗൂഢശാസ്ത്രം, ജ്യോതിഷം, അതുപോലെയുള്ള ഒരു നൃത്തകല, അതുപോലെ അറിവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കച്ചവടക്കാരാണെങ്കിൽ പോലും സൂത്രശാലികളായ കച്ചവടക്കാരായിരിക്കും. ഏതെല്ലാം ബഹുനിലയിൽ, ഇപ്പോ ഇന്ത്യയില് എന്നല്ല ലോകത്ത് അനേക കോടി ജനങ്ങളുണ്ട്. അവരെല്ലാം മിഥുന ലഗ്നം ജനിക്കാറുണ്ട്. ആ മിഥുന ലഗ്ന ജാതകർക്കെല്ലാം ഒരേ സ്വഭാവം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. കാരണം ഇതിന്റെ യുക്തി നമ്മൾ മനസ്സിലാക്കണം. മിഥുന ലഗ്നം ജനിച്ചു എന്ന് പറയുന്നത് കൊണ്ട് എല്ലാവർക്കും ഏകരൂപമായ ഒരു നിറമോ അല്ലെങ്കിൽ സ്വഭാവമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതെല്ലാം വിഡ്ഢിതരമാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട, ഒരു ജനനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം, യോഗങ്ങള്, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മള് മിഥുന ലഗ്നത്തെ കുറിച്ച് പറയുമ്പോൾ പറയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവര് അധ്യാപക വൃത്തിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന നിഗൂഢ ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവരോ സയന്റിസ്റ്റുകളോ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ലെവലിലുള്ള ആളുകളായിരിക്കാം. അതേപോലെ തന്നെ ഈ ബുധന് മൗഢ്യമോ അല്ലെങ്കിൽ ബലക്കുറവോ മറ്റു കാര്യങ്ങൾ വന്നാൽ വളരെ താണഗതിയിൽ വരുന്ന ആളുകളുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. കുചേലനും കുബേരനും
ഒരു ജീവിതത്തിന്റെ രണ്ട് വശമാണ്. മഹാലക്ഷ്മിയും മൂദേവിയും ഇതുപോലെ തന്നെയാണ്. രണ്ടും രണ്ട് രീതിയാണ്. ഇത് രണ്ടും ഒരമ്മയുടെയോ ഒരച്ഛന്റെയോ മക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി വേണം ഇതിനെ സമീപിക്കാൻ. ഇല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നു, ഓ, മിഥുന ലഗ്നം ജനിച്ചാൽ ആ ജനിക്കുന്ന ആളുകൾ മുഴുവൻ മഹാപണ്ഡിതന്മാരാവും, അല്ലെങ്കിൽ മഹാകേമന്മാരാവും, വിശ്വപ്രസിദ്ധരാവും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം മറ്റു പല ഘടകങ്ങളും ഇതിനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പൊ മിഥുന ലഗ്നത്തിന്റെ രണ്ടാം ഭാവം, ഒന്നാം ഭാവത്തെ കുറിച്ചാണ് പറഞ്ഞത്. മിഥുന ലഗ്നമായാൽ ആ ലഗ്നാധിപന് ബൗഢ്യമില്ലാതിരിക്കുക, ആ ലഗ്നാധിപൻ നല്ല രീതിയിൽ നിൽക്കുക. ആ ബുധന് ഒരു പ്രത്യേകത ഉള്ളത്, മറ്റെന്തെല്ലാം ഗ്രഹദോഷങ്ങൾ ഉണ്ടെങ്കിലും ലഗ്നത്തിൽ ബുധൻ നിന്നാൽ ആ ഗ്രഹദോഷങ്ങളെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി ബുധൻ ആ ജാതന് വലിയൊരു നിലയും പവറും ഒക്കെ കൊടുക്കും. അത് പക്ഷാന്തരമില്ലാത്ത കാര്യമാണ്. പിന്നെ ലഗ്നാധിപനായി അല്ലെങ്കിൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന ബുധന് മൗഢ്യം വന്നാൽ പോലും ആ മൗഢ്യം അവിടെ ബാധകമല്ല. മറഞ്ഞ ബുധന് നിറഞ്ഞ വിദ്യ, അറിവ് എന്നുള്ള ഒരു തത്വം ഉണ്ട്. അത് സത്യമാണത്. അപ്പോ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇത് വളരെ കുശാഗ്ര ബുദ്ധിയോടുകൂടി നോക്കി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാണ്ട് ഒരു തമാശ പോലെയോ ഒരു ചായ കുടിക്കുന്നത് പോലെയുള്ള കാര്യമായിട്ട് ഇതിനെ കണക്കാക്കരുത്. വളരെ സൂക്ഷ്മമായിരിക്കണം. കാരണം അനേകം കാര്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഇതിനെ ഉയർത്താനും താത്താനും നിറം മങ്ങാനും അസ്തമിപ്പിക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അതെല്ലാം ഇവിടെ ബാധകമാകും. ഇതൊന്നും ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ടാലി ആവില്ല, യോജിക്കില്ല. അപ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്നൊക്കെ ആളുകൾ പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി വേണം നമ്മൾ ഈ എപ്പിസോഡുകൾ കാണാനായിട്ട്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു എപ്പിസോഡാണ്. ഈ 12 ഭാവങ്ങളെ കുറിച്ച് അതിൽ പറയുന്നത്. ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ ആളെയാണ് പറയുന്നത്, മിഥുന ലഗ്നം. അപ്പൊ മിഥുന ലഗ്നത്തിന്റെ മിഥുന ലഗ്നത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതിന്റെ രണ്ടാം ഭാവം കർക്കടകമാണ്. മിഥുനത്തിന്റെ രണ്ടാം ഭാവം, മിഥുനം കഴിഞ്ഞാൽ കർക്കടകം. കർക്കടകം ആരുടെ ക്ഷേത്രമാണ്? ചന്ദ്രന്റെ ക്ഷേത്രമാണ്. അപ്പോ ചന്ദ്രന്റേതായ പ്രത്യേകതയുണ്ട്. ബുധനും ചന്ദ്രനും ഒക്കെ തമ്മിലൊക്കെ വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ കഥകളൊക്കെ നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞതാണ്. പക്ഷെ കർക്കടക ലഗ്നക്കാർ പൊതുവെ സുന്ദരന്മാരും അവർ വ്യവസായികളും ധനമുള്ളവരും ഭക്ഷണപ്രിയന്മാരും അതുപോലെ അനേക സ്വഭാവവിശേഷങ്ങളുള്ള ആളാണ്. ഇവരുടെ ജീവിതഗതിയിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. കാരണം ചന്ദ്രനാണ്. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ പഞ്ചമി മുതൽ ബലവാനായി പൂർണ്ണചന്ദ്രനാവുന്നു. കറുത്ത പക്ഷത്തിൽ കറുത്ത പഞ്ചമി വരെ പൂർണ്ണ ബലവാനായി നിന്ന് അവിടെ നിന്ന് കീഴോട്ട് പോകുന്നു. അതുപോലെ കറുത്ത വാവ് പകൽ ജനിക്കുന്ന വ്യക്തി കേമനായിരിക്കും. കാരണം അവിടെ ചന്ദ്രബലം ഉണ്ട്. അതാണ് ഈ പറയുന്നതിനുള്ള ഏറ്റവും പ്രത്യേകത. കറുത്ത വാവ് ജനിച്ചവനാണ്, പേടിക്കണ്ട. പകലാണെങ്കിൽ കുഴപ്പമില്ല. കാരണം സൂര്യന്റെ ബലവും കൂടി വലിച്ചെടുത്ത ആ ചന്ദ്രൻ ബലവാനായിട്ട് അവന് കൊടുക്കും. അത് സ്ഥാനത്ത് രാത്രിയാണ് കറുത്ത വാങ്ങുന്നത്, അവന് ബലവും അവന് ഗുണവും ഇല്ല. അപ്പോ രണ്ടാം ഭാവം, മിഥുന ലഗ്നത്തിന്റെ രണ്ടാം ഭാവം കർക്കടകം. അവര് ഈ പറയുന്ന രീതിയിൽ വ്യവസായികള്, കലാരസികര്, ഒരുപാട് കച്ചവടങ്ങൾ നടത്തി പണം ഉണ്ടാക്കുന്നു. പക്ഷെ ഇവർക്ക് ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. ഒരു കയറ്റം ഒരിറക്കം, ഒരു കയറ്റം ഒരിറക്കം എന്നുള്ള അവസ്ഥയിലായിരിക്കും ഇവരുടെ പോക്ക്. ഇവര് സ്ത്രീകളാണെങ്കിൽ പുരുഷപ്രിയന്മാരും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീപ്രിയന്മാരും സൗന്ദര്യം സാമാന്യം ഭംഗിയായിട്ട് ഉണ്ടാകുന്നവരും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്വഭാവവിശേഷമുള്ള ആളുകളാണ് ഈ മിഥുന ലഗ്നത്തിന്റെ രണ്ടാം ഭാവം കർക്കടകമായി വരുന്ന ആളുകൾ. അപ്പൊ മിഥുന ലഗ്നത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. എന്റെ രണ്ടാം ഭാവം കർക്കടകമാണ്. ആ രണ്ടാം ഭാവം കൊണ്ടുള്ള കാര്യം, രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ ഭാര്യയാണ്. ആ ഭാര്യയുടെ സൗന്ദര്യത്തെ കുറിച്ചൊക്കെ രണ്ടാം ഭാവം കൊണ്ട് നമുക്ക് പറയാം. കാരണം രണ്ടാം ഭാവം മിഥുന ലഗ്നത്തിന്റെ കർക്കടകമായി വരുന്നതുകൊണ്ട് അവരുടെ ഭാര്യ ആയാലും ഭർത്താവായാലും മുഖ സൗന്ദര്യം ഉണ്ടാകും എന്ന് വ്യക്തമായ കാര്യമാണ്. അപ്പൊ അത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നമ്മള് മിഥുന ലഗ്നത്തിന്റെ മൂന്നാം ഭാവം ചിങ്ങമാണ്. ചിങ്ങം സൂര്യന്റെ ക്ഷേത്രമാണ്. സൂര്യൻ ഉഗ്രനാണ്, ചന്ദ്രനെ പോലെ അല്ല. സൂര്യൻ വളരെ ഉഗ്രനും പ്രതാപിയും എല്ലാ ഗ്രഹങ്ങളെയും ഭരിക്കുന്നവനും
അതുപോലെ നമ്മുടെ ജീവജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കെല്ലാം പത്രഹരിതം ഉണ്ടാക്കണം, അതുപോലെ വെളിച്ചം പകരണം. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും സൂര്യനാണ് ഞാൻ. സൂര്യനില്ലെങ്കിൽ, സൂര്യൻ നമുക്കൊരു ദിവസം ഇല്ലാതെ വന്നാൽ ഗ്രഹണ സമയത്ത് ഉണ്ടാകുന്ന അവസ്ഥ പോലെ ആയി പോവും. അപ്പോ മൂന്നാം ഭാവം, മിഥുനത്തിന്റെ മൂന്നാം ഭാവം ചിങ്ങമാണ്. അത് സൂര്യന്റെ ക്ഷേത്രമാണ്. അവര് ദുരാഗ്രഹികളായിരിക്കും. അവര് ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടും, പാപകർമ്മങ്ങളിൽ ഏർപ്പെടും. അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വളരെ ശഠത്വത്തോടുകൂടി സംസാരിക്കും. വാക്കുകൾക്ക് മയമുണ്ടാകില്ല. അവർ വാക്കുകൾ തോക്കുകളായി പ്രയോഗിച്ചതിന് ശേഷം ആ വാക്കുകൾ പറയണ്ടായിരുന്നു എന്ന് തോന്നി അവർ മറ്റുള്ളവർക്ക് അതിൽ പരിതപിച്ച് സഹായം ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മിഥുന ലഗ്നത്തിന്റെ മൂന്നാം ഭാവം ചിങ്ങം കൊണ്ടുള്ള ഫലം നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നാലാം ഭാവം, മിഥുന ലഗ്നത്തിന്റെ നാലാം ഭാവം ബുധന്റെ ക്ഷേത്രമായ കന്നിയാണ്. ആ കന്നി എന്ന് പറയുന്നത് അവർക്ക് സൗന്ദര്യം ഉണ്ടാവും, മിടുക്കുണ്ടാവും, പ്രേമലോലുപന്മാരായിരിക്കും. പക്ഷെ ചതി, മോഷണം, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത സ്വഭാവങ്ങൾ, എന്നാൽ അപാര ബുദ്ധികളായിരിക്കും. വക്രബുദ്ധി മുതലായ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഇവര് കാഴ്ചയിലും പ്രകൃതത്തിലൊക്കെ വളരെ മിടുക്കത്തികളും സുന്ദരന്മാരും സുന്ദരികളും, നല്ല വിടർന്ന കണ്ണുകള്, നല്ല സംഭാഷണം, ആരെയും പറ്റിക്കാനുള്ള നയചാതുരി, ഇവയെല്ലാം കന്നി നാലാം ഭാവമായിട്ട് വരിക. അവർക്ക് വീടുണ്ടാവും, അവർക്ക് വാഹനം ഉണ്ടാവും, അവർക്ക് ഉദ്യോഗം ഉണ്ടാവും, അവരുടെ കയ്യില് പലതരം വിക്രിയകൾ ഉണ്ടാവും. പക്ഷെ ഇവര് അകമേ ഈ പ്രകാരത്തിലായിരിക്കും. മറ്റുള്ളവരെ അവര് വിശ്വസിക്കില്ല. മറ്റുള്ളവരെ അവര് എങ്ങനെ പറ്റിക്കാം എന്നുള്ളതായിരിക്കും അവരുടെ ധാരണയും അവരുടെ പ്രവൃത്തികളും. അതാണ് നാലാം ഭാവം കൊണ്ട് നമുക്ക് പറയാവുന്ന കാര്യം. വെച്ചാൽ മിഥുനത്തിന്റെ 4 കന്നിയാണ്. അത് കന്നി ബുധന്റെ ക്ഷേത്രം തന്നെയാണ്. ആ സൂത്രശാലികളായി അവര് പല വിദ്യകളും നമ്മുടെ മുന്നിൽ പയറ്റും, പ്രയോഗിക്കും. അത് ഓരോ സാഹചര്യത്തിനും സമയത്തിനും കാലത്തിനും കോലത്തിനും അനുസരിച്ചൊക്കെ മാറി മറിഞ്ഞൊക്കെ വരുന്നു മാത്രമേ ഉള്ളൂ. ഇനി മിഥുന ലഗ്നത്തിന്റെ 5ാം ഭാവം തുലാം ശുക്രന്റെ ക്ഷേത്രമാണ്. അവര് സത്യസന്ധകളോ സത്യസന്ധന്മാരോ സുകുമാര കലകളിലും രതികലയിലും, അതുപോലെ അവർക്ക് നല്ല കുട്ടികളും നല്ല നീതിയോന്മാരും, സ്വർണ കച്ചവടം, തുണി വ്യാപാരം മുതലായ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. ഇതൊക്കെ ചുരുങ്ങിയ കാര്യങ്ങളാണ്. 100 വിഷയങ്ങളുണ്ട്. ഇത് വേണമെങ്കിൽ ആ ഒരു തുലാത്തിനെ പറ്റി മാത്രം പറഞ്ഞ് നമുക്ക് സമയം കഴിക്കാം. വേണ്ട, നമ്മള് ആ തൊട്ട് തലോടി പോകുന്നുള്ളൂ. അപ്പോ അവരെല്ലാം അത്തരത്തിലുള്ള ഒരു സ്വഭാവം, ഈശ്വരഭക്തി, ക്ഷേത്രഭരണം, ക്ഷേത്രകാര്യങ്ങളിൽ വളരെ കൃത്യനിഷ്ഠയോടുകൂടിയൊക്കെ പെരുമാറുക, ക്ഷേത്ര സംബന്ധമായ മുതലൊന്നും തട്ടിയെടുക്കാതെ, സ്വർണക്കൊള്ള നടത്താതെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊള്ള നടത്തിയിട്ട് അതിന് ന്യായീകരണം നടത്താതെ അവര് മാന്യന്മാരും മര്യാദക്കാരുമായിട്ടായിരിക്കും. മിഥുന ലഗ്നത്തിന്റെ 4ാം ഭാവം തുലാമായി വരുമ്പോൾ ആ തുലാത്തിനെ കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ മിഥുന ലഗ്നത്തിന് ഓരോ ഭാവത്തിനെ കുറിച്ചും ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളുമാണ് പറയുന്നത്. 4ാം ഭാവം ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ 5ാം ഭാവം, മിഥുന ലഗ്നത്തിന്റെ 5ാം ഭാവമാണ് തുലാം, 4ാം ഭാവം കന്നിയാണ്. അപ്പോ ഇനി 6ാം ഭാവം ഏതാണ്? മിഥുന ലഗ്നത്തിന്റെ 6ാം ഭാവം വൃശ്ചികമാണ്. വൃശ്ചികം ചൊവ്വയുടെ ക്ഷേത്രമാണ്. ഇവര് ക്രൂരന്മാരായിരിക്കും, പോലീസുകാരാവും, തല്ലുകൊള്ളികളായിരിക്കും, തല്ലുകാരായിരിക്കും, ഏഷണി സ്വഭാവം ഉണ്ടാവും, ക്രൂരതയുണ്ടാകും, മൃഗഹിംസ നടത്താനും, അതുപോലെ പല കലാപങ്ങളിലും അവര് രക്തച്ചൊരിച്ചിൽ വരെ ഉണ്ടായാൽ അതിനെ അതിജീവിക്കാൻ പ്രാപ്തരുമായിരിക്കും. അവരുടെ മനസ്സങ്ങനെയായിരിക്കും. അപ്പൊ മിഥുന ലഗ്നത്തിന്റെ 6ാം ഭാവം എന്ന് പറയുന്ന സുഖസ്ഥാനം, ശത്രുസ്ഥാനം എന്നൊക്കെ നമുക്ക് പറയാം. അവർക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് മിഥുന ലഗ്നത്തിന്റെ 6ാം ഭാവം വൃശ്ചികമായി വരുമ്പോൾ. മിഥുന ലഗ്നത്തിന്റെ 7ാം ഭാവം ധനുവാണ്. ആ ധനു ഭാര്യാഭർത്തൃ ബന്ധമാണ് ഒരു തരത്തിൽ പറയുന്നത്. മിഥുന ലഗ്നത്തിന്റെ 7ാം ഭാവം ധനു വ്യാഴത്തിന്റെ ക്ഷേത്രമാണ്. അത് നല്ല ഭാര്യ, നല്ല ഭർത്താവ്, ധനസ്ഥിതി, ഐശ്വര്യം,
ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയാമെങ്കിലും കലഹം, അന്യാക്ഷേപം, ആരെയും അംഗീകരിക്കില്ല. അന്യാക്ഷേപം, മറ്റുള്ളവരെ ആക്ഷേപിക്കും, ഞാൻ മാത്രമാണ് വലുത്, ഞാൻ എന്റെ പക്ഷത്ത് ഞാനാണ്, പറയുന്ന കാര്യങ്ങളെല്ലാം ശരി, മറ്റുള്ളവർ പറയുന്നതൊന്നും കാര്യമല്ല എന്നൊക്കെ ഇവർ പറഞ്ഞു കളയും. അതാണ് മിഥുന ലഗ്നത്തിന്റെ 7ാം ഭാവം. അവരുടെ വഴി കൂടി ആര് പറഞ്ഞാലും കേൾക്കൂല, ചെവി കൊണ്ട് കേൾക്കും, ഈ ചെവി കൂടി കേട്ട് ആ ചെവി കൂടി വിട്ടുകളയും. ഇതായിരിക്കും അവരുടെ സ്വഭാവം. മിഥുന ലഗ്നത്തിന്റെ 7ാം ഭാവം ധനുവായി വരുമ്പോൾ ആ ധനുവിനെ കൊണ്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി മിഥുന ലഗ്നത്തിന്റെ 8ാം ഭാവം ആരാണ്? മകരമാണ്. മകരം ശനിയുടെ ക്ഷേത്രമാണ്. ശനിയുടെ ക്ഷേത്രമാണെങ്കിലും അവിടം കൊണ്ട് അവർക്ക് അലസതയും മടിയും വസ്ത്രധാരങ്ങളൊന്നും ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും അവർക്ക് ധനം, ധാരാളമായ ധനം, പൂർവിക സ്വത്ത് കിട്ടുക, പഴയ വീട്ടിൽ താമസിക്കുക, പിന്നെ അവർക്ക് കൃഷിഭൂമി, അതുപോലെ വിദ്യ, ധനം, അഭിമാനബോധം മുതലായ കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടാവും. മിഥുന ലഗ്നത്തിന്റെ മകരം കൊണ്ട് 8ാം ഭാവം കൊണ്ട് ആയുർസ്ഥാനമാണ്. ആയുസ്സിനും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോ അങ്ങനെയായിരിക്കും അതിന്റെ സ്ഥിതി. ഇനി 9ാം ഭാവം കുംഭൻ രാശിയല്ലേ? മിഥുനത്തിന്റെ 9ാം ഭാവം കുംഭൻ രാശിയാണ്. അവര് ധനവാന്മാരും ഭൂമിയും ധർമ്മവും മര്യാദയും ഐശ്വര്യവും സത്യവും നീതിയും എല്ലാം വച്ച് പുലർത്തുന്ന ആളുകളായിട്ടാണ് സാധാരണ കാണുന്നത്. അപൂർവം ആളുകൾ അവരുടെ ഗ്രഹനിലയിൽ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് വഴിമാറിപ്പോയാലേ നമുക്ക് പ്രശ്നമുള്ളൂ. 9ാം ഭാവം ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യാന്തരേണ അവർക്ക് ധനം വരുന്നു, ഭാര്യ മുഖാന്തരം, അല്ലെങ്കിൽ തറവാട് സ്വത്ത് മുഖാന്തരം, ലോട്ടറി മുഖാന്തരം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് മിഥുന ലഗ്നത്തിന്റെ 9ാം ഭാവം കൊണ്ട് നമുക്ക് പറയാം. ഇനി മിഥുന ലഗ്നത്തിന്റെ 10ാം ഭാവം ഏതാണ്? കുംഭം കഴിഞ്ഞാൽ പിന്നെ മീനമാണ്. മീനം വ്യാഴത്തിന്റെ ക്ഷേത്രമാണ്. അവര് പൂർവികരെ സ്തുതിച്ചും അവരുടെ പൂർവ്വപിതാക്കളെയും മറ്റുള്ളവരെയൊക്കെ ബഹുമാനിച്ചും അവരുടെ കുടുംബ ദൈവത്തെ പരിപാലിച്ചും അവർ നല്ല നല്ല കാര്യങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി ചെയ്തും മഹനീയമായ സ്മാരകങ്ങൾ ഉണ്ടാക്കിയും അവര്, ആണായാലും പെണ്ണായാലും, ഇതാണ് അവരുടെ സ്ഥിതി. അവരുടെ വൈവാഹിക ജീവിതവും തൊഴിലും വളരെ മനോഹരമായിരിക്കും. അതുകൊണ്ട് നേട്ടങ്ങളും അവരുണ്ടാക്കും. കർമ്മഭാവമാണ് 10 എന്ന് പറയുന്നത്. കർമ്മഭാവമാണ്, തൊഴിൽ ഭാവമാണ്. തൊഴിലിൽ അവർ കൈക്കൂലിയോ അഴിമതിയോ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നവരായിരിക്കില്ല. സത്യവും നീതിയും മര്യാദയുമായിട്ട് അവര് പെരുമാറും. മിഥുന ലഗ്നത്തിന്റെ 10ാം ഭാവം ഇങ്ങനെ വരുമ്പോൾ, മീനമായി വരുമ്പോൾ, ആ മീനം, ആ വ്യാഴത്തിന്റെ സ്വഭാവം, സ്വാത്വിക സ്വഭാവം അവര് കാണിക്കുന്നു. അതാണ് ആ 10ാം ഭാവത്തിന്റെ പ്രത്യേകത. 11ാം ഭാവാധിപത്യം മിഥുനത്തിന് മേടത്തിലാണ്. മേടം ചൊവ്വയുടെ ക്ഷേത്രമാണെന്ന് നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇത് ഒരു നല്ല 11ാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ്. അത് ചൊവ്വയുടെ ക്ഷേത്രമായിട്ട് വരുമ്പോൾ അവർ സാധാരണഗതിയിൽ പോലീസ്, പട്ടാള വകുപ്പ്, NCC, നേവി, ഫയർഫോഴ്സ്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവര് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യാം. ധാരാളം ധനം ഉണ്ടാക്കും, സൽക്കർമ്മങ്ങൾ ചെയ്യും. അവര് സ്വാത്വിക സ്വഭാവം ഉള്ളവരായിരിക്കും. ധനം അവർക്ക് വന്ന് കുന്നുകൂടിക്കൊണ്ടിരിക്കും. ഇത് ഒരു കാര്യം ഓർക്കണം, 11ാം ഭാവം മേടമാണ്. മേടത്തിന്റെ ഉടമസ്ഥൻ ചൊവ്വ അനുകൂലമായി കൂടി നിന്നാലേ, അല്ലെങ്കിൽ അവിടെ വ്യാഴത്തിന്റെ ദൃഷ്ടി വരിക, അതുപോലെ നല്ല കാര്യങ്ങൾ നടക്കുക, അതുപോലെ നല്ല യോഗങ്ങൾ ഉണ്ടാവുക, എങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമായി വരൂ. അതല്ലെങ്കിൽ ഇതിനെല്ലാം വ്യതിയാനം വരാം. ഇനി 12ാം ഭാവം, മിഥുനത്തിന്റെ 12ാം ഭാവം ഇടവമാണ്. ഇടവം ശുക്രന്റെ ക്ഷേത്രമാണ്. അത് വളരെ നല്ലതാണ്. 12ാം ഭാവം ഇടവമായി വന്നാൽ സ്വർണ ലാഭം അല്ലെങ്കിൽ സ്വർണ കച്ചവടം നടത്തുക, സ്വർണം കൊണ്ട് വ്യാപാരം നടത്തുക, ധാരാളം ധനം ഉണ്ടാകുക, അതുപോലെ രതികലയിലൊക്കെ ബിരുദന്മാരായിരിക്കുക, ഭാര്യാഭർത്തൃബന്ധം സുതാര്യമാകുക, നല്ല സന്താനങ്ങൾ ഉണ്ടാകുക, പുണ്യകർമ്മങ്ങൾ ചെയ്യുക, ആ പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി അവർ അഹോരാത്രം പണിപ്പെടുക, ജനമനസ്സുകളിൽ സ്ഥാനം പിടിക്കുക, ആ ജനമനസ്സുകളുണ്ടാകുന്ന സ്ഥാനം അവരെ ഉന്നതിയിലേക്ക് ഉയർത്തുക, എപ്പോഴും നല്ല മരണം, മരിക്കുന്ന സമയത്തും അവർ നല്ല പേരോടുകൂടിയായിരിക്കും അവര് മരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകതയാണ് 12ാം ഭാവം ഇടവമായി വരുന്ന മിഥുന ലഗ്നത്തിന് ഉണ്ടാകുന്ന അനുഭവം. അപ്പൊ മിഥുന ലഗ്നത്തെ നമ്മൾ ഒരറ്റം മുതൽ
ഒരറ്റം മുതൽ എന്ന് പറഞ്ഞാൽ മിഥുന ലഗ്നം 1-ാം ഭാവം മുതൽ 12-ാം ഭാവം വരെ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ്. ഇത്തരത്തിലുള്ള പരിശോധനകളൊന്നും സാധാരണ നടക്കാറില്ല. നമ്മൾ ഇതൊന്നും ഇങ്ങനെയുള്ള വളരെ ചൂഴ്ന്നിറങ്ങിപ്പോകുന്ന അന്വേഷണങ്ങൾ ഒരിടത്തും നടക്കാറില്ല. അപ്പൊ ഈ 12 ഭാവം കൊണ്ടും മിഥുന ലഗ്നത്തിന് സംഭവിക്കുന്ന പ്രത്യേകതകൾ, ആ മിഥുന ലഗ്നത്തിന് നമുക്ക് ലഭിക്കുന്നതായ ഗുണങ്ങളും ദോഷങ്ങളും, ഗുണദോഷ മിശ്രമാണ് ജീവിതം. എന്നിരുന്നാലും മിഥുന ലഗ്നത്തിന്റെ ഈ 12 ഭാവങ്ങൾ നമ്മൾ ഇതുപോലെ തൊട്ട് തലോടി പോവുകയാണ്. ഇതിപ്പോ നേരത്തെ നമ്മൾ മേടലഗ്നം തുടങ്ങി, ഇടവലഗ്നം കഴിഞ്ഞു, അത് കഴിഞ്ഞ് മിഥുന ലഗ്നത്തെ കുറിച്ചാണ് ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഇത് ഒരു ഏകദേശ ചിത്രമാണ്. എന്റെ മിഥുന ലഗ്നമാണ്, ഇതൊന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ബാധകമല്ല എന്ന് മറ്റു പറഞ്ഞ് ചോദ്യങ്ങൾ ഉയർത്തരുത്. അങ്ങനെ ചോദ്യം ഉയർത്തിയാൽ അതിനുള്ള മറുപടി ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഗ്രഹങ്ങളുടെ നിൽപ്പ്, ദോഷങ്ങൾ തരുന്ന ഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ, മൗഢ്യം, നീചം, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ ലഗ്നാധിപനായ ബുധന്റെ ബലക്കുറവ് മുതലായ കാര്യങ്ങൾ, നപുംസകത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പരാജയപ്പെടുന്ന അവസ്ഥ, ഇതൊക്കെ ഇതിനകത്ത് വരാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ 12 ഭാവങ്ങൾ ടച്ച് ചെയ്ത് 12 ഭാവങ്ങളെ കൊണ്ട് നമുക്ക് മിഥുന ലഗ്ന ജാതന് അല്ലെങ്കിൽ ജാതയ്ക്ക് കിട്ടാവുന്ന ഗുണത്തെയും ദോഷത്തെയുമാണ് നമ്മൾ ഇവിടെ പരാമർശിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക, യുക്തിപൂർവം മനസ്സിലാക്കുക. അല്ലാണ്ട് യുക്തിപൂർവം അല്ലാണ്ട് വെറുതെ ഇതൊരു ഒരു ഐസ്ക്രീം കഴിക്കുന്ന ലാഘവത്തോടു കൂടി മനസ്സിലാക്കരുത് എന്നുള്ള അപേക്ഷയോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ ബുധനാഴ്ചകളും എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ ഇതുപോലുള്ള എപ്പിസോഡുകൾ വന്നുകൊണ്ടേയിരിക്കും. പ്രേക്ഷകരോട് ദയവായി ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും അതുപോലെ മറ്റു തരത്തിലുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഇമെയിലിലൂടെയും ചോദിക്കാതിരിക്കുക. ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാട്സപ്പ് നമ്പർ ഉണ്ട്, ഈ ചാനൽ അത് നോക്കിയാൽ കിട്ടും. വാട്സപ്പിൽ ഈ സംഗതി ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ പറ്റും. ഞാൻ എല്ലാ സമയത്തും ഇത് പറയുന്നുണ്ട്. മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ദയവായി ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. അത് ദയവായി ശ്രദ്ധിക്കുക. ഇതൊരു അപേക്ഷയാണ്. ഈ അപേക്ഷ നിങ്ങൾ സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇതിവിടെ നിർത്തട്ടെ. നമുക്ക് അടുത്ത ലഗ്നം അടുത്ത അധ്യായത്തിൽ പറയാം. കർക്കിടക ലഗ്നത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ മിഥുന ലഗ്നം ഇവിടെ അവസാനിപ്പിച്ചു. നന്ദി, നമസ്കാരം.